ആക്ച്വലി ദിസ് ഈസ് എ ബെറ്റർ ഡീൽ എന്ന് തന്നെ പറയാം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർ കാശിയിലേക്ക് യുവതാരമായിട്ടുള്ള ഹരിത്രദാസിനെ, ഒരു സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിന്റെ ക്യാപ്റ്റൻ വരെ ആയിരുന്ന ഹരിത്രദാസിനെ ലോൺ അടിസ്ഥാനത്തിൽ നൽകിയിരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ലോൺ അടിസ്ഥാനത്തിൽ നൽകിയപ്പം ഒരു ബൈബാക്ക് ക്ലോസും കൂടി ബ്ലാസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട് എന്ന് ബ്ലാസ്റ്റേഴ്സ് ഇപ്പം ഒഫീഷ്യലി, ഇപ്പോഴല്ല, ഏകദേശം 1 മണിക്കൂറിലേറെ ആയി, 2 മണിക്കൂറോളം ആവുന്നു, ഞാൻ നല്ല ഡിലേ ആയിട്ടുണ്ട്. അത് കുറേ ഇഷ്യൂസ് കാരണമാണ്. അപ്പം ഏകദേശം 2 മണിക്കൂറോളം ഡിലേ ആയി. അപ്പം ഹരിത്രദാസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ബൈബാക്ക് ക്ലോസും കൂടി വെച്ചിട്ടാണ് ഇന്റർകാശിയിലേക്ക് ലോണിൽ വിട്ടിട്ടുള്ളത് എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. അപ്പം തിരികെ ഇങ്ങോട്ട് വരാനുള്ള വാതിലുകൾ ഹരിത്രദാസിന് മുന്നിൽ മലർക്കെ തുറന്നു കിടക്കുകയാണ്. ഇന്റർകാശിക്ക് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ മറ്റ് ക്ലബ്ബുകൾക്ക് താരത്തിനെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പോലും താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ വരണം, ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമുണ്ടെങ്കിൽ എന്ന തരത്തിലൊരു ക്ലോസ് വെച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാവുന്നത്. അപ്പം ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജികൾ ബ്ലാസ്റ്റേഴ്സ് പ്രയോഗിക്കുന്നത് ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ എന്ന നിലയിൽ കുറച്ചൊക്കെ ആശ്വാസം നൽകുന്നുണ്ട്. ഈ ഒരു ക്ലബിൻ്റെ സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ ബിസിനസ് ഇൻട്രസ്റ്റ് അത് ട്രാൻസ്ഫർ മാർക്കറ്റിനകത്തായാലും പുറത്തായാലും പോസിറ്റീവ് തന്നെയാണ് എന്നുള്ളതാണ് സന്തോഷം നൽകുന്നത്.